ഹോണസ്റ്റ്ലി ഞാൻ എന്തോന്ന് പറയാൻ, എങ്ങനായാലും കമൻസ് മൊത്തം ഞാൻ ജിങ്സ് ചെയ്തു, എൻ്റെ ജിങ്സിൻ്റെ പവർ ബ്ലാ ബ്ലാ ബ്ലാ. But guys, my prayers were answered and I prayed for the downfall of Barcelona. It's a joke, by the way. ബാർസലോണ ജയിച്ചാലും തോറ്റാലും ഒന്നും പേഴ്സണലി എന്നെ സംബന്ധിച്ച് അത്ര വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർ ജയിച്ച, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ദേ ഡിസേർവ്ഡ് ഇറ്റ്. കാരണം അത്രയും നന്നായി കളിക്കുന്ന ഒരു ടീമാണ്. ഈ ഒരു മാച്ച് തന്നെ എടുത്താൽ നമുക്കറിയാം, അവർ 2 ഗോളിന് പിറകിൽ പോയതിന് ശേഷമാണ് 3-2 ലീഡ് എടുത്ത് അത് ബോട്ടിൽ ചെയ്ത് അവസാനം 4-3 തോറ്റത്. ഓക്കെ, ഈ ഒരു മാച്ചിന്റെ ഓവറോൾ ഒരു ടീമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, അവരുടെ ഫുട്ബോൾ നോക്കുമ്പോൾ മാച്ചിന്റെ ഭൂരിഭാഗം സമയവും ബാർസലോണ ആയിരുന്നു ബെറ്റർ. ബട്ട് ഓഫ് കോഴ്സ് ഇത് ഫുട്ബോൾ ആണ്. ഇവിടെ എപ്പോഴും നല്ല ടീം തന്നെ അല്ലെങ്കിൽ ബെറ്റർ ടീം തന്നെ ജയിച്ചോളെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും കളിയുടെ ആ ഒരു ഫ്ലോ കാണുമ്പോൾ ഞാൻ കുറേ വട്ടം വിചാരിച്ചതാട്ടോ, ബാർസലോണ ഇനി എന്തായാലും ഈസി ആയിട്ട് ജയിക്കും. എക്സ്പെഷ്യലി മാച്ച് 3-3 എക്സ്ട്രാ ടൈമൊക്കെ പോയപ്പോൾ ഞാൻ ഒപ്പമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, എന്തായാലും ബാർസ ജയിക്കാൻ പോവാണ്, എന്തിനാ ഇനി നമ്മളൊരു 30 മിനിറ്റും കൂടെ വേസ്റ്റ് ആക്കണത്. ഐ മീൻ, ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ ഒരു എക്സ്ട്രാ ടൈമൊക്കെ കണ്ടത്. ബട്ട് ഇന്റർ മിലാൻ സർപ്രൈസ് ഡസ്. ബാർസലോണ മാക്സിമം ചാൻസസ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അവർക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. 2 ലെഗിലുമായിട്ട് 13 ഗോൾസ്. ഈ ഒരു മാച്ചിൽ മാത്രം 7 ഗോൾസ്. ഫസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ട പോലെ ഇന്റർ മിലാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 ഗോളിന്റെ ലീഡ് എടുക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർന്നു എന്നൊക്കെ കുറെ പേര് വിചാരിച്ചെങ്കിലും ബാർസലോണ സെക്കൻഡ് ഹാഫിൽ 3 ഗോളാണ് തിരിച്ചടിച്ചത്. ഓക്കെ, 87 മിനിറ്റിലെ റഫീനയുടെ ഗോളിൽ ബാർസലോണ ജയിക്കേണ്ടതായിരുന്നു. അതായിരുന്നു ആക്ച്വലി ഈ ഒരു മാച്ചിന്റെ എൻഡ് ആവേണ്ടത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. 37 വയസ്സുള്ള സെൻട്രൽ ഡിഫൻഡർ അച്ചെർബി ഒരു സ്ട്രൈക്കറുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ പോയിട്ട് ഗോൾ അടിച്ചു വന്നു. ലൈക്ക് സീരിയസ്ലി, ആള് ആ ഒരു ടൈമിൽ ആ ഒരു പൊസിഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇതാളുടെ ഫസ്റ്റ് എവർ യൂറോപ്യൻ ഗോൾ കൂടെ എന്ന് പറയുമ്പോഴാണ് ലൈക്ക് സീരിയസ്ലി വല്ലാത്തൊരു സമയത്താണ് ആ ഗോൾ വരുന്നുണ്ട്. ഉള്ളത് പറഞ്ഞ ഈ ഒരു മാച്ചിൽ നടന്ന മുഴുവൻ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയാൻ വയ്യ. ഓക്കെ, കാരണം 120 മിനിറ്റ്, അതിലെ ഓരോ മിനിറ്റിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അത്രക്കും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫിക്സ്ചർ. ബട്ട് ചില പേരുകൾ അല്ലെങ്കിൽ ചില മൊമെൻറ്റ്സ് എടുത്ത് തന്നെ പറയണം. ആൻഡ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു മാച്ചിലെ ഇന്ററിൻ്റെ ഹീറോ, അവരുടെ ഗോൾ കീപ്പർ യാൻ സോമർ. നിങ്ങൾ ആലോചിക്കണം, 3 ഗോൾ കൺസീഡ് ചെയ്ത കീപ്പർ മാച്ച് കഴിയുമ്പോൾ മാൻ ഓഫ് ദി മാച്ച് നേടി പോയിട്ടുണ്ടെങ്കിൽ ആൾ എന്താവും ചെയ്തിട്ടുണ്ടാവാന്ന്. എക്സ്ട്രാ ടൈമിൽ യമാലിൻ്റെ ആ ഒരു ഷോട്ട് സേവ് ചെയ്തത് അതെല്ലാവരും പറയുന്നുണ്ട്. ബട്ട് ആള് 57 മിനിറ്റിലൊക്കെ ആയിട്ട് എറിക് ഗാർഷ്യയുടെ ഒരു ക്ലോസ് റേഞ്ച് എഫേർട്ട് സേവ് ചെയ്ത ആ ഒരു മൊമെന്റ് ഉണ്ട്. മാച്ച് കാണുന്ന 99% ആൾക്കാരും ഗാർഷ്യ സെക്കൻഡ് ഗോൾ അടിച്ചു എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന മൊമെന്റിലാണ് ആ ഒരു സേവ് വരുന്നത്. എൻ്റെ ഒപ്പീനിയനിലെ ഇന്ററിനെ ആക്ച്വലി രക്ഷിച്ച സേവ് അതാണ്. സബായിട്ട് ഇറങ്ങിയ ഡിവ്രായ് ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആ കുറച്ച് മൊമെന്റ്സിൽ കാഴ്ചവെച്ചപ്പോൾ ബാർസിന്റെ സൈഡില് അരാഹോയുടെ ഭാഗത്തുനിന്ന് വളരെ പുവറായിട്ടുള്ള ഒരു പെർഫോമൻസ്. പലരും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിനാന്ന് വരെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡംഫ്രൈസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ലെഗിലെ അത്ര അറ്റാക്കിംഗ് ഫ്രീഡമോ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും 2 ഗോളിന് പകരം ഇത്തവണ 2 ക്രൂഷ്യൽ അസിസ്റ്റാണ് ആള് കൊടുത്തത്. ബാർസയ്ക്ക് വേണ്ടിയിട്ട് സ്ഥിരം പെർഫോമൻസ് ആയിട്ടുള്ള റഫീഞ്ഞ, പെഡ്രി, ലമീൻ യമാലൊക്കെ 120 മിനിറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം. ബട്ട് ആൾ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, കുറേയൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു. 14 സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് ഒക്കെയാണ്. ചെങ്ങായിൻ്റെ കാലുമേ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ കോൺഫിഡൻസ് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ഏജിലൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്രേസി. ആൻഡ് ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട, വേറെ ഇപ്പം എന്താ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ പ്ലേയേഴ്സ് സ്കോർ ചെയ്ത സിറ്റുവേഷൻസും മിസ്സാക്കിയ സിറ്റുവേഷൻസും, ലെവൻഡോസ്കി ഇറങ്ങിയപ്പോൾ ബാർസ പ്ലേയേഴ്സ് ക്രോസ് ചെയ്യാൻ മറന്നതും, അത്രക്കും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ ഫ്രറ്റേസി അത്രക്കും കമ്പോഷറായിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്തതും, കളീൻ്റെ ഇടയിൽ നടന്ന ചില മൊമെൻറ്റ്സും, ചില നല്ല അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങൾ പറയാനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറയാൻ. ഓക്കെ, കുറേ സമയം എടുക്കും എനിക്ക്. ഞാൻ പോയി ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ ബാർസലോണയ്ക്ക് UCL പോയി. ഗൈസ്, ഐ ആം ദി സോറി,
ഇനി നമുക്ക് ലാ ലീഗ ഉണ്ട്. ട്രിബിൾ ഇല്ലെങ്കിൽ എന്താ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ 11-ാം തീയതി എൽ ക്ലാസിക്കോ ഉണ്ട്. അതിലും ബാർസ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. യുനോ അത്രക്കുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.